ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. ഇപ്പോൾ രാവിലെ എണീച്ചപാട് ഞാൻ കുറച്ച് സമയം ചെടിയെല്ലാം നോക്കിയിട്ട് മുറ്റത്തൂട്ട് നടന്ന്, പിന്നെ ഹാങ്ങിങ് ചെടികൾക്കൊന്നും അങ്ങനെ മഴ നനയാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് അതിനെല്ലാം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം അടുക്കളയിലേക്ക് കയറാമെന്ന് വെച്ചിട്ടാണ് നിന്നത്. പിന്നെ ഇന്നലെ ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ഒന്നിനും പച്ചക്കറിക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലേനു. ഇതിപ്പം മുളക് നട്ടിട്ട് അത്രയൊന്നും ആയില്ല, അതുകൊണ്ടാണ് 2 എണ്ണം മാത്രം. പിന്നെ ഞാൻ മീൻ മുറിക്കുന്നതും കാത്തിട്ട് നിൽക്കുന്നതാണ് ഈ പൂച്ചകൾ. രാവിലെ ഈ സമയത്ത് അധികം മീൻ മുറിക്കലുണ്ട്, പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു മീൻകാരൊന്നും ഇന്ന് രാവിലെ തന്നെ വരുന്നില്ല. ഇനി വന്നിട്ട് വേണം മീൻ മേടിച്ചിട്ട് നന്നാക്കാൻ. ഇനി അടുപ്പ് നല്ലോണം തീ പറ്റിച്ചിട്ട് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കണം. ഇന്ന് പണിക്കാരുണ്ട്, അപ്പോൾ എല്ലാം കുറച്ച് കൂടുതലാണ് ഇന്ന് ഭക്ഷണമെല്ലാം രാവിലെ തന്നെ റെഡിയാക്കുന്നത്. അപ്പോൾ പുട്ട് ഒരടുപ്പത്താക്കി. ഞാൻ പണിക്കാരിലുള്ളപ്പോൾ അധികം പുട്ടാക്കാൻ നിൽക്കും, കാരണം പുട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത വേറെ എന്തെങ്കിലും പണിക്ക് പോകാം. അപ്പോൾ ചോറ് ഒരടുപ്പത്തുനിന്ന് വേവുന്നുണ്ട്. പിന്നെ പുട്ടിന് ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ആക്കുന്നത്, അപ്പോൾ ഗ്രീൻ പീസ് കറി വേവുന്നുണ്ട്. ചോറിന് വേറെ കറിയെല്ലാം ആക്കണം, പുട്ടിന് ഗ്രീൻ പീസ് കറി ആക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം നമ്മളെന്തായാലും ഭക്ഷണമെല്ലാം വീട്ടിലാക്കണം. അപ്പോൾ ഒരുമിച്ച് എല്ലാം ഓരോ അടുപ്പിലെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി സമയം വെറുതെ ഇരിക്കാൻ പറ്റും. എപ്പാണെങ്കിലും നമ്മൾ ഭക്ഷണമെല്ലാം ആക്കി വെക്കണം. അത് 12 മണി 1 മണി വരെ ഒന്നും ആക്കി നീട്ടാണ്ട് ഒന്ന് ചെയ്യുമ്പം തന്നെ നമ്മൾ വേഗം ചെയ്താൽ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അടുക്കളപ്പണി ഫുള്ള് തീർത്തെടുക്കാം. ഇനി പുട്ടിന് കുറച്ചും കൂടി ഉണ്ട് നനച്ചത്, അത് വാങ്ങുമ്പോൾ അടുത്ത് വാങ്ങുമ്പോൾ വെക്കണം. പിന്നെ ഞാനധികം അടുപ്പിലിങ്ങനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഷീറ്റ് ഉണ്ടാവും അധികം. അപ്പോൾ ഷീറ്റ് ഉണങ്ങണമെങ്കിൽ നമ്മൾ പുക എന്തായാലും ആക്കണം. അപ്പോൾ പുകയടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് തന്നെയാണ് എല്ലാ ഭക്ഷണവും ആക്കുന്നത്. ഷീറ്റ് എന്നാലേ ഉണങ്ങി കിട്ടും. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് വേറെ അടുത്തത് ഇടണം.
അങ്ങനെ പാൽ ചായയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുട്ടെല്ലാം ആയിക്കഴിഞ്ഞ് ഇനി ഇത് വാങ്ങി വെക്കണം. ആ അടുപ്പിൽ ഇപ്പുറത്ത് ഞാൻ തോരനാന്ന് വെച്ചിട്ടില്ല, മമ്പയർ തോരന് പെട്ടെന്ന് വെച്ചിട്ടുണ്ട്. ആ മമ്പയർ തോരൻ ഇപ്പുറത്തേക്ക് മാറ്റണം, നല്ലോണം തീ ഇവിടെ കത്തുന്നുണ്ട്. പുട്ടും എല്ലാം വാങ്ങി വെച്ചതിന് ഞാൻ തോരന് വേണ്ടിയിട്ട് മമ്പയർ പുഴുക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം മമ്പയർ തോരൻ ഈ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പണിക്കാരുള്ളതുകൊണ്ട് ഇത്ര കൂടുതലല്ല, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ 1/3 വെക്കുള്ളൂ, ഉള്ളതിനെ കൊണ്ട് ഒപ്പിക്കയ്യൽ. ഇപ്പോൾ തോരനായി മമ്പയർ പുഴുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്.